മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വിവിധ ബാധകളെക്കുറിച്ച് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിൽ ഇവിടെ നടക്കുന്ന ബാധകളെക്കുറിച്ച് ആണ് നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ ചിന്തിച്ചത് ശരീരത്തിൽ അവൻ ചിപ്പ് വയ്ക്കുമ്പോൾ ചിപ്പ് ചാർജ് ആവാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അൾസർ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഷെയർ ചെയ്ത്. ഇനി അടുത്തത് പറയുന്നത് വെളിപ്പാട് പുസ്തകം 16-ന്റെ 3-ാം വാക്യത്തിൽ അവൻ തൻ്റെ കലശം സമുദ്രത്തിലൊഴിച്ചു, അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയി തീർന്നു, സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. വീണ്ടും മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അവിടെ 2 ബാധകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, സമുദ്രത്തിലുള്ള ജീവജന്തുക്കളെല്ലാം ചത്തുപോയി. എന്തുമായിരിക്കും ആ ഒരു സ്റ്റേജെന്ന് നമുക്കറിയാം. മിസ്രൈമിലെ പഴയ നിയമത്തിൽ നമുക്കറിയാം, അവിടെയും ഇതുപോലെ രക്തമായി തീർന്ന കാര്യം നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്. ഇപ്പോഴ് സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയതായിട്ട് കാണുന്നു. വീണ്ടും 16-ന്റെ 5 ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും പരിശുദ്ധനുമായുള്ളവയെ നീ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ട് നീതിമാനാകുന്നു. ഇവിടെ ഒരു വാക്യം പ്രത്യേകിച്ച് എടുത്ത ജലത്തിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ. 7-1 നമ്മൾ പഠിച്ചാണ് കാറ്റിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ. 14-8 തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ. അപ്പോൾ ഈ ദൂതന്മാർക്ക് ജലത്തിന്മേൽ, കാറ്റിന്മേൽ, തീയുടെ മേലും ഒക്കെ അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു. കാരണം എബ്രായർ 13-34 പറയുന്നു, തീയുടെ ബലം കെടുത്തി. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീയിൽ കിടന്നപ്പോൾ തീയുടെ ബലം കെടുത്തിയതായിട്ട് കാണുന്നു. ദൂതന്മാർക്ക് അവർ നമ്മളെ രക്ഷ പ്രാപിക്കാൻ അയച്ചിട്ടുള്ള സേവാത്മാക്കളല്ലയോ എന്ന് പറയുമ്പോൾ തന്നെ ഈ ദൂതന്മാർക്ക് ഇങ്ങനെയുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ദൂതന്മാർ, ജലാധിപതിയായ ദൂതൻ, കാറ്റിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ, തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ, ഈ ദൂതൻ ഇങ്ങനെയൊക്കെയുള്ള അധികാരങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മളെ ഈ ദൂതന്മാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ഹീസ് ദ വാച്ചർ. അവൻ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുമ്പോൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാനിയേൽ പ്രവചനത്തിൽ ഇത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധനെ ദൂതനെ അയച്ചപ്പോഴേ അതിനെ പിശാച് തടസ്സപ്പെടുത്തിയപ്പോൾ അവിടെ തന്നെ ഒരു യുദ്ധമുണ്ടായി. അതിനെ അയക്കുന്നതായിട്ട്, ദാനിയേലിന് അയച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ദൂതന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഈ തരുണത്തിൽ ഓർക്കണം. ദൂതന്മാർ ഒരിക്കലും തന്നെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പോലുമില്ല. അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. നമ്മളാണെങ്കിലോ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതന്മാർ, അവരെപ്പോഴും ദൈവത്തിൻ്റെ ആജ്ഞ വഹിക്കാനായിട്ട് ഇരിക്കുന്ന ദൂതന്മാർ. അങ്ങനെയുള്ള ഒരു ദൂതനെക്കുറിച്ച് ഇവിടെ നമ്മളെ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോഴേ ദൂതൻ തൻ്റെ കലശം, രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോഴേ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. മരിച്ചവൻ്റെ രക്തം എന്ന് പറയുന്നത് ജീവനില്ലാത്ത രക്തമാണ്. അത് എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കര സ്മെല്ലാണ്. ചത്ത് നദികളിലൊക്കെ വീണ് കഴിഞ്ഞതെല്ലാം രക്തമായി അത് തീറുമ്പോഴേ വെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത രീതിയിലായിത്തീരുന്നു എന്നുള്ളത് സത്യമാണ്. അടുത്ത ബാധയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 16-8 4-മത്തവൻ തൻ്റെ കലശം സൂര്യനിലൊഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. തീ കൊണ്ട് മനുഷ്യനെ ചുടുന്ന അധികാരം, സോളാർ ഫ്ലയർ എന്ന് പറയാം. എല്ലാവർക്കും പരിചയമുള്ളൊരു കാര്യമാണല്ലോ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നതിൻ്റെ കാരണം നമുക്കറിയാം എങ്ങനെയാണ്. ഓസോൺ ലെയറിൽ വിള്ളൽ വീണു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ നമ്മുടെ അറിയാവുന്ന ഈ അന്തരീക്ഷം മുഴുവൻ ജിയോമാഗ്നറ്റിസം, ഗുരുത്വാകർഷത്തിലാണുള്ളത്. ഒരു മാഗ്നറ്റോസ്ഫിയർ, ഒരു കവചം നമുക്കുണ്ട്. അത്യുഗ്രഹമായ സൂര്യൻ്റെ ചൂടിനെ തടയുന്നത് അതാണ്. എന്നാൽ അതിനകത്തൊരു വിള്ളൽ വീഴുകയോ
അല്ലെങ്കിൽ നമ്മുടെ ഈ മാഗ്നറ്റോസ്ഫിയറിൻ്റെ കാന്തിക ശക്തി 15% കുറയുകയോ ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കുന്നത്, ആ ടോട്ടൽ സ്ഫിയറിന് ചേഞ്ച് വരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ചൂട് കൂടുന്നത്. ഇപ്പോഴറിയാം, കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, കേരളത്തിൽ തന്നെയും അനേകം ആളുകൾ സൂര്യതാപമേറ്റ് മരിച്ചു. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട്, അത്രയ്ക്ക് ചൂട് കേരളത്തിൽ പോലുമായി. എത്രയോ ക്ലൈമറ്റ് നമുക്ക് നല്ലതായിട്ടിരുന്നതാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രയാസമായി തീരുന്ന അനുഭവം. എന്നാൽ സൂര്യൻ സോളാർ ഫ്ലയർ വന്ന് നമ്മളെ വറക്കും, ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിക്കുമ്പോഴെന്തായിത്തീരും? മനുഷ്യർക്ക് ആർക്കും നിൽക്കാൻ വയ്യാത്ത പോലെ ചൂട്. മെൻ വെയർ സ്കോർച്ച്ഡ് വിത്ത് ഗ്രേറ്റ് ഹീറ്റ്. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. എന്നിട്ടും ഇതൊക്കെ ആയിട്ടും അവൻ ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം അവനെ മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ അനുഭവത്തിൽ പോലും മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ല എന്ന് കാണുന്നു. 11-ാം വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്. അവൻ്റെ വ്രണങ്ങൾ ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ല എന്ന് കാണും. ഇത്രയുമൊക്കെ വന്നിട്ടും മനുഷ്യൻ പഠിക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെയും ഗതി അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ? ഒക്കെ ആളുകൾ പലതും പറയും, എന്നാലും ദൈവത്തെ നോക്കാനായിട്ടുള്ള ഒരു ചിന്തയില്ല. അവൻ മാനുഷികമായിട്ട് പല കാര്യങ്ങൾ ശരിയാക്കി ഇതൊക്കെ ശരിയാക്കാനായിട്ട് ശ്രമിക്കും. കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ AC വർക്ക് ചെയ്യും, മനുഷ്യൻ ചൂട് വരുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് ആയിത്തീരുന്നല്ലാതെ ദൈവത്തിൻ്റെ ക്രോധം മനുഷ്യരിലേക്ക് വരുന്നു എന്നുള്ള ചിന്തിച്ച് മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. 16:10 അടുത്ത ക്രോധത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. 5-ാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ പൊഴിച്ചു, അപ്പോൾ അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. അന്തിക്രിസ്തുവിൻ്റെ രാജ്യം ഇരുണ്ടുപോയതായിട്ട് കാണുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇരുൾ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു നരകത്തിൻ്റെ അനുഭവം. 3 ദിവസം കൂരിട്ടുണ്ടായത് പുറപ്പാട് പുസ്തകം 10:21 പറയുന്നുണ്ട്. അന്തിക്രിസ്തുവിൻ്റെ രാജ്യം ഇരുണ്ടുപോയി എന്ന് നമ്മൾ പറയാം. നവോത്ഥാനം പ്രാപിച്ച റോമൻ സാമ്രാജ്യമാണ് അന്തിക്രിസ്തുവിൻ്റെ രാജ്യം. അന്തിക്രിസ്തുവിനെ കുറിച്ച് ഇനിയുമുള്ള ക്ലാസ്സിൽ അന്തിക്രിസ്തു എവിടെ നിന്നാണ് വരുന്നത്, അന്തിക്രിസ്തു ആരാണ് എന്നൊക്കെയുള്ള നമ്മൾ ചിന്തിക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ. അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ രാജ്യം ഇരുണ്ടുപോയതായിട്ട് നമ്മളിവിടെ കാണുന്നു. നരകത്തിൻ്റെ അനുഭവം. യൂദ 10:13 വാണ്ടറിങ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു അനുഭവം. ഇതാണ് ഇവിടെ കാണുന്ന അനുഭവം. അവസാനത്തെ വാക്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ അവസാനിക്കാം. 16:17 ഇങ്ങനെ പറയുന്നു. 16:17 7-ാമത്തവൻ കലശമൊഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന മഹാശബ്ദം ദേവാലയത്തിൻ്റെ സിംഹാസനത്തിൽ വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായതുപോലെ ഇതുപോലെ അത്ര വലിയ ഭൂകമ്പം ഉണ്ടായിട്ടില്ല. 7 വർഷങ്ങൾ തികയാണ്. 7 വർഷങ്ങൾ തികഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അവിടെ വലിയ ഭൂമികുലുക്കം ഉണ്ടായി. ഇനി മിന്നൽ ഇടിമുഴക്കം ഇത്ര വലുത് ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ഭൂകമ്പം എന്ന് പറയുന്നത് 9.5 റിക്ടർ സ്കെയിലിൽ ഉണ്ടായതാണ് എന്നാണ്. സുനാമി ഉണ്ടായ സമയത്ത് ഉണ്ടായ ഭൂമികുലുക്കമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാളും വലിയ ഇതായിട്ടുള്ള ഭൂകമ്പം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഇനി അതിൽ കൂടുതൽ ഇനി എന്താ ഉണ്ടാകുന്നത്? ജാതികൾ അല്ലെങ്കിൽ മനുഷ്യർ ഇതുപോലെ ഉണ്ടായൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 21 ബാധകളും ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന് ഇനിയും നശിക്കാനായിട്ടില്ല, ആ ഒരു രീതിയിൽ മനുഷ്യൻ നശിച്ചു. അപ്പോൾ ഈ 21 ബാധകൾ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണകാലത്ത് വരുന്ന വിവിധ എപ്പിസോഡുകൾ കൂടി ഞാൻ പറഞ്ഞല്ലോ. ആദ്യം സമാധാനമായിട്ട് അവൻ വന്നിട്ട് അവൻ യുദ്ധം പ്രഖ്യാപിച്ച് ആളുകൾ പാൻഡമിക് വന്ന് 1/3 ആളുകൾ മരിച്ച് മാരകമായ രോഗം വരും. അതുപോലെ 6-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ
സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് സൺ മേ ഗോ ഫോർ എ ലോങ് സ്ലീപ്പ് വരും. നിങ്ങൾക്കറിയാം 2018 ജനുവരി ഫെബ്രുവരി മാസത്തിൽ സോവിയറ്റ് റഷ്യയിലെ ഉത്തരധ്രുവത്തിലെ 40 ദിവസം സൂര്യൻ ഉദിച്ചില്ല. പിന്നീട് ഗ്ലോബൽ വാർമിങ് കൂടുതലാവും. അതിനകത്ത് കൊറോണ മാസ് ഇഞ്ചക്ഷൻ വഴി അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അങ്ങനെ വരുന്ന ഒരു സ്റ്റേജ്, ഓക്സിജൻ ഘനീഭവിക്കുന്ന സ്റ്റേജ്, ഓക്സിജൻ ഇല്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന അനുഭവത്തിൽ ഓക്സിജൻ കൊടുക്കുന്ന ഷാഡോ ആയിട്ട് നമ്മൾ കാണുന്നില്ലേ? അതുപോലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന, ഉൽക്കകൾ പതിക്കും, രക്തമഴ പെയ്യും, കയ്പായി തീരും. പിന്നെ അതുപോലെ തന്നെ അധമ പാതാളത്തിൽ നിന്ന്, അധമ കൂപത്തിൽ നിന്ന് ആളുകൾ പുതിയ ജീവികൾ മേലോട്ട് വരും. അതുപോലെ സോളാർ ഫ്ലയർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള വിവിധപരമായിട്ടുള്ള കഷ്ടതയിൽ കൂടി മനുഷ്യൻ കടന്നു പോകും. എന്നാലും അവർ ആരും ദൈവത്തെ വിളിക്കുകയോ മനപരിവർത്തനം ചെയ്യുകയോ ചെയ്യില്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയം അത്രയ്ക്ക് കാഠിന്യമുള്ളതാണ്. കാരണം വേറൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ലല്ലോ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ദൈവത്തെ അറിയുന്ന കുറച്ച് പേരുണ്ട്. ആൻറ്റിക്രൈസ്റ്റ് ഒരു മുദ്രയൊക്കെ കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ആൻറ്റിക്രൈസ്റ്റ് കൊടുക്കുന്ന മുദ്ര, അല്ലെ ആൻറ്റിക്രൈസ്റ്റിനെ അവനെ വർഷിപ്പ് ചെയ്യാത്തവരെല്ലാം കൊല്ലും. അങ്ങനെ അവൻ്റെ മുദ്ര കേൾക്കാതെയും അവൻ്റെ പ്രതിമയെ വർഷിപ്പ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന നാമധേയ ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ഉണ്ടാവും. അവരെല്ലാം വെട്ടിക്കൊല്ലപ്പെടുമ്പോൾ അവരെല്ലാം ഉയരത്തിലേക്ക് പോകും. അവിടെ എല്ലാ ആത്മാക്കളെ കണ്ടതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അവരെല്ലാം ഉയരത്തിലേക്ക് പോകും. ഇല്ലാതെ, പരിശുദ്ധാത്മാവ് ഇല്ലാതെ ആ സമയത്തും ഹാർഡായിട്ട് ഹൃദയം കാഠിന്യപ്പെട്ട് ദൈവത്തെ പഴിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഭൂമിയിലുണ്ടാവും. ആ സമയത്ത് കർത്താവ് പറയുന്ന, ദൈവം പറയുന്ന കാര്യം, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ടും 2 പേരെ ഇവിടെ വിടും. അവരിവിടെ വന്ന് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കും. എന്നാലും അത് കേട്ടുപോലും മനുഷ്യരെ മാനസാന്തരപ്പെടത്തില്ല. ഈ വിഷയങ്ങളെല്ലാം നമ്മളിനിയും ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യും. ഈ സംഭവങ്ങളൊക്കെ വരേണ്ടതാണല്ലോ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവത്തെ അറിഞ്ഞ ജനം, നേരത്തെ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ജനം, അവർ ഈ സമയത്തെ മണവാട്ടിയുമായിട്ടുള്ള കല്യാണ സദ്യയിലാണ്. അവർ പ്രതിഫലങ്ങളെ വാങ്ങിച്ച്, അവർക്കുള്ള റിവാർഡ്സുകളെ വാങ്ങിച്ച് ദൈവത്തിനോട്, യേശുവിനോടൊപ്പം ആയിരിക്കും എന്ന് നമ്മൾ മറന്നുപോകരുത്. അതുകൊണ്ട് ആ വലിയൊരു പ്രക്രിയയിൽ നമ്മൾ ഭാഗമാക്കാം, അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പങ്കുചേരാം. അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴേ ഞാനിത് പറയാനായിട്ട് ആഗ്രഹിച്ചു. നമ്മളൊക്കെ അതിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയല്ല, പിന്നെ നിങ്ങളെ പേടിപ്പിക്കാനും അല്ല ഇത് പറയുന്നത്. ജീവനോട് ഇരിക്കുന്നവർ ഇപ്പോഴും കർത്താവ് ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. വെളിപ്പാട് പുസ്തകം 3:20 പറയുന്ന പോലെ, 20 പറയുന്നത്, ഞാനോ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നീ ഒന്ന് തുറന്നു തരുമോ? ഞാൻ നിന്നോടുകൂടി കമ്മ്യൂണിയൻ, നിന്നോടുകൂടി ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്നുവെന്ന്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ശിഷ്യന്മാരോട് പിന്നെയും മാടുത്ത് വന്ന് അവരുമായിട്ട് ഫെലോഷിപ്പിന് ആഗ്രഹിച്ചായി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നു. വീണ്ടും അവരെ വിടാതെ, അവരുടെ മിഷൻ വിട്ടിട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയപ്പോൾ പോലും അവരെ തേടി വന്ന കർത്താവ്, അവസാനം വരെയും തേടി വന്നവരെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനായിട്ട്. കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടുകളയുന്ന ദൈവമല്ല. ഇന്നും നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൻ്റെ ഉള്ളിലെ കർത്താവ് വന്ന് മന്ത്രിക്കുകയാണ്, മോനെ മോളെ, എന്നെ നീ ഉപേക്ഷിക്കരുത്, നീ എൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണമെന്ന്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കർത്താവിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അതിനപ്പുറമായിട്ട് ജീവിതത്തിൽ എന്ത് വന്നാലും വലിയ അനുഗ്രഹമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്, കർത്താവിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ആ ഒരു അനുഭവത്തിലായിട്ടുണ്ടോ? ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രസൻസ് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുമോ? ഇതാണ് ഏറ്റവും വലിയ കാര്യം. മെറ്റനോയ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. മെറ്റനോയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രൂപാന്തരമാണ്. ആ വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ദൈവത്തിൻ്റെ വലിയ വഴികളിൽ തിരഞ്ഞെടുപ്പാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇന്ന് രോഗികളായിരിക്കുന്നവർക്ക് വലിയ വിടുതൽ വരുന്ന ദിവസം, ഇന്ന് വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന ദിവസം, സാമ്പത്തികമായി വലിയ വിടുതൽ വരുന്ന ദിവസം ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ 21 ആക്ഷൻ ഈ ലോകത്തിൽ വരുമ്പോഴേ ഞങ്ങളിവിടെ കാണത്തില്ലല്ലോ കർത്താവെ. ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവത്തിലേക്ക് വന്നിരുന്നില്ലെങ്കിൽ കർത്താവെ, ഇന്ന് രാത്രികാലം ദൈവത്തിനെ സമർപ്പിക്കാനായിട്ട് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കർത്താവേ, വേർപാടിൻ്റെ ദുഃഖങ്ങളിലിരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടല്ലോ. കർത്താവേ, തൻ്റെ ഭർത്താവും ഭാര്യയും ഒക്കെ മരിച്ചുപോയി, അല്ലെങ്കിൽ കൂടപ്പുറപ്പായിട്ടുള്ള ചില മരിച്ചുപോയവരെ ഇത് കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വലിയ ആശ്വാസത്തോടെ ഹൃദയങ്ങൾ കൊടുക്കണമേ. ആ തുറമുഖത്തെ കാണാം എന്നുള്ള വലിയ പ്രത്യാശ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലായി മരിച്ചിരിക്കുന്നവരെ വൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടല്ലോ. ആ വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കുടുംബങ്ങളായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഫൈനാൻഷ്യലായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, എല്ലാ റിലീസും ഫൈനാൻഷ്യലായിട്ട് റിലീസ് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സർവ്വത്തിനും മതിയായിട്ടുള്ള ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ, എല്ലാ ദുരിതങ്ങളെയും മാറ്റുവാനായിട്ട് കർത്താവിന് കഴിയുമെന്ന് മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവെ അവരെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ജീവിതത്തിലെ നിരാശയിലിരിക്കുന്നവരെ കർത്താവെ പ്രത്യാശ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നെഗറ്റീവ്സും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത സ്തോത്രം. ഈ രാത്രി നിൻ്റെ കൃപയിലെ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ഈ രാത്രിയിലും ദൈവകൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.